ഹായ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് മുരിങ്ങയില ഉപ്പേരി ഉണ്ടാക്കാൻ വെച്ചിട്ട് മുരിങ്ങയിലൊക്കെ പൊട്ടിച്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മുറ്റത്ത് തന്നെ നിൽക്കുന്ന മുരിങ്ങയിലയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് മുരിങ്ങയില ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് പറ്റ ഉണങ്ങിയ മുരിങ്ങമരമായിരുന്നു, അതിപ്പോൾ കിളിർത്ത് വന്നതാണ്. അപ്പോൾ അതാണ്ടില്ലേ വലിയൊരു മുരിങ്ങയില. അപ്പോൾ അത് ഒരെണ്ണം തന്നെ ഉണ്ടായുള്ളൂ കേട്ടോ, അത്ര വലുത്. ഞാൻ മുരിങ്ങയില നേരെക്കുന്നത് ഇങ്ങനെ കേട്ടോ, കുറച്ച് മുരിങ്ങ അതിങ്ങനെ ചെറിയ ചെറിയ ആ തണ്ടുകൾ ഇങ്ങനെ പൊട്ടിച്ചെടുക്കും, എന്നിട്ടത് അതിൻ്റെ തണ്ടുകളൊക്കെ മാറ്റിയിട്ട് ആ ഇല മാത്രമാക്കി എടുക്കും കേട്ടോ. പക്ഷേ ഇവിടുത്തെ അമ്മയൊക്കെ നേരെയാക്കുന്നത് ആ ചെറിയ ചെറിയ തണ്ട് അങ്ങനെ ഒരു പൊട്ടിച്ചിടുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഞാൻ നേരെയാക്കുമ്പോൾ മുരിങ്ങയിലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയലുണ്ട് കേട്ടോ, കറി വെച്ചാൽ. മറ്റേതിങ്ങനെ തണ്ട് ഇങ്ങനെ കടിക്കുമല്ലോ. അപ്പോൾ ഇത് നമ്മുടെ മുറ്റത്തിന് ഉണ്ടായ മുരിങ്ങയിലയാണ്. മുറ്റത്ത് ഒരു മരം ഉണ്ടായിരുന്നു കേട്ടോ, ആ മരം പറ്റ ഉണങ്ങിയതായിരുന്നു. അപ്പോൾ അത് ഇന്നാളത്തെ മഴയ്ക്ക് നല്ല തളിർത്തു കേട്ടോ. അത് ഞങ്ങൾ പറ്റ പോയി എന്ന് വിചാരിച്ചാണ്. ഈ കറണ്ടുകാർ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വെട്ടിവിടും കേട്ടോ. റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അവർ വെട്ടിവിടും. അപ്പോൾ തന്നെ കുറച്ചുകൂടി മുരിങ്ങയില നേരെയാക്കാണ്ട് ഞാൻ ഒരുപാട് പറിച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പേരിക്ക് ആയതുകൊണ്ട് തന്നെ വറ്റി വരുമ്പോൾ അത് കുറച്ചേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് കുറച്ച് തോനെ മുരിങ്ങയില പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ അതൊക്കെ നേരെയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് സവാളയും പച്ചമുളകും കൂടെ അരിഞ്ഞെടുക്കുകയാണ്. ചെറിയുള്ളിയാണ് ടേസ്റ്റ്, പക്ഷേ ചെറിയുള്ളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ സവാള എടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് ശ്രീകുട്ടർ സ്കൂളിലേക്ക് ഒന്ന് പോകണം കേട്ടോ. ശ്രീകുട്ടർ സ്കൂളിൽ ശ്രീകുട്ടറല്ല മാൾട്ര സ്കൂളിൽ നിന്ന് മീറ്റിംഗ് ആണ്. ഇന്ന് അവർക്ക് ടാലൻറ്റ് എക്സാം ഉണ്ടായിരുന്നു, അതിൻ്റെ സമ്മാനം കൊടുക്കലാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങോട്ട് പോകണം, അതുകൊണ്ട് വേഗം തന്നെ കറിയൊക്കെ ഉണ്ടാക്കാണ്. അപ്പോൾ ഇതാ സവാളയും പച്ചമുളകൊക്കെ കഴുകി എടുത്തിട്ട് ഇതാ നുറുക്കിയെടുക്കാം കേട്ടോ. ഞാൻ കറി കുറച്ച് ഇന്നലത്തെ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് കറിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത് ഉപ്പേരി ഉണ്ടാക്കിയിട്ട് കുറച്ച് പപ്പടം കൂടെ കാച്ചിയിട്ട് വേഗം പൂവാച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ വീട്ടിലത്തെ ഒരുവിധം പണിയൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്, അടിക്കലും തുടക്കലും അങ്ങനത്തെ പണികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഉപ്പേരിയാക്കി എടുക്കണം. അങ്ങനത്തെ ചെറിയ ചെറിയ പണികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ കുറച്ച് പപ്പടം കാച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പപ്പടം കാച്ചെടുക്കണ ബക്കറ്റ് വലിയ ബക്കറ്റാണ്, അതിലേക്കൊരു പകുതി പോലും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ കാച്ചെടുക്കണ പപ്പടം. കുറച്ചാണ് ഇവിടെ കാച്ചലുള്ളൂ. ഏട്ടൻ മാത്രമാണ് കുറേ പപ്പടം തിന്നുള്ളൂ. ഞങ്ങളൊക്കെ കുറവാട്ടോ കഴിക്കൽ. പിന്നെ എനിക്ക് നല്ല പൊള്ളയില്ലാത്ത പപ്പടമാണ് ഇഷ്ടം, തീരെ പൊള്ളം ഇഷ്ടമല്ല. പിന്നെ മസാല പപ്പടമൊക്കെ ആണെങ്കിൽ ഞാൻ കഴിക്കട്ടോ, അതൊക്കെ ഭയങ്കര ഇഷ്ടം മസാല പപ്പടം. കട്ടൻ ചായക്ക് പപ്പടം നല്ലൊരു കോമ്പിനേഷനല്ലേ, നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നലുണ്ട് കേട്ടോ. അപ്പോൾ പപ്പടം കാച്ചെടുത്തിട്ടുണ്ട്, ഇനി ഉപ്പേരി ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ സവാളയും പച്ചമുളകും അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പപ്പടം കാച്ചിയ എണ്ണയിൽ തന്നെ കേട്ടോ ഇട്ട് കൊടുത്തത്. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഇവിടെ പപ്പടം കാച്ചിയാലും എന്തെങ്കിലുമൊക്കെ വറുത്താലും നമ്മൾ എണ്ണ ഒന്നും അങ്ങനെ കളയലൊന്നുമില്ല. എത്ര കുറച്ച് എണ്ണയാണെങ്കിലും അതിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കും കേട്ടോ. തോനെ എണ്ണ ഉണ്ടെങ്കിൽ അങ്ങനെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി അത് കുറേശ്ശെ നമ്മൾ മീൻ വറുക്കാനും അങ്ങനെയൊക്കെ ഉപയോഗിച്ച് കഴിക്കും കേട്ടോ അവിടെ. അപ്പോൾ ആ ഉള്ളിയും പച്ചമുളകും മൂത്തപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ വെള്ളം തിളച്ച് വരുമ്പോൾ കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കും, എന്നിട്ട് അതിലേക്ക് മുരിങ്ങയില ഇടും കേട്ടോ. മുരിങ്ങയില എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയാൽ ഞാൻ അപ്പം തന്നെ ഓഫാക്കും. അധികം വേവിക്കില്ല, എന്താ വെച്ചാൽ ഒരു ഭയങ്കര കയ്പ്പ് രസം വരും കേട്ടോ. അത് ചീരയിലാണെങ്കിൽ അതെ നമ്മളധികം വേവിക്കാതെ കുറച്ചൊന്ന് വേവിച്ചിട്ട് അതിൽ നാളികേരം എന്തെങ്കിലുമൊക്കെ ചിരകി ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം മുരിങ്ങയിലേക്ക് നാളികേരമൊന്നുമില്ല, നാളികേരമൊക്കെ കഴിഞ്ഞു ഇവിടുത്തെ. അപ്പോൾ കടയിൽ നിന്നാണ് കേട്ടോ അപ്പോൾ നാളികേരമൊക്കെ വാങ്ങൽ. അപ്പോൾ കണ്ടില്ലേ നല്ല തളിർത്ത ഇലയാണ്, തളിരല വെച്ചാൽ നല്ല തളിര ഇലയാണ്. മൂത്ത ഇലയും കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ഒരു കയ്പ്പുണ്ടാവും, അത് കുറച്ചുകൂടി പരിപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് കറി വെക്കാനാവും കുറച്ചുകൂടെ ഒരു മൂത്ത ഇല നന്നാവുക. ഉപ്പേരി വെക്കാൻ എപ്പോഴും തളിര ഇലയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ.
എനിക്ക് അങ്ങനെ തോന്നുന്നത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അര ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. എന്തായാലും അതിൽ തന്നെ നമ്മൾ ഈ മുരിങ്ങയില ഇങ്ങനെ നമ്മൾ ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. എന്നാലും കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളം തന്നെ കടന്ന് വെന്തോളിട്ടത് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് തന്നെ എടുത്താൽ മതി. അത്ര വേവുള്ളൂ. ഇലകൾക്ക് അധികം വേവില്ല എന്നല്ലേ പറയുക. പിന്നെ ഒരുപാട് വെന്തത് കയ്പ്പ് രസം വരികയും ചെയ്യും. അങ്ങനെ നമ്മുടെ ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയുള്ള പണി വെച്ചാൽ കുറച്ച് പാത്രം കഴുകാണ്ട്, പിന്നെ ഈ മുരിങ്ങയില നേരാക്കി ഇടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്യാണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സ്കൂളിലേക്ക് പോകാനായിട്ടാണ്. 2 മണിക്ക് ചെല്ലാനാണ് പറഞ്ഞത്. അപ്പോൾ 1:50 ഇവിടെ നിന്നൊരു ബസ്സുണ്ട്. അപ്പോൾ ആ ബസ്സിന് പോണച്ചിട്ടാട്ടോ. അപ്പോഴാണ് ഏട്ടൻ കൊണ്ടുവന്ന ലേസ് അവിടെ ഇരിക്കണത്. ലേസല്ല, ഓക്കെ ബിരിയാണി എന്ന് പറയും. ഓക്കെ ബിരിയാണി വേറെയുണ്ട്. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഏട്ടനത് മേടിച്ചു കൊണ്ടുവന്നതാണ്. ലേസിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. ഇങ്ങനത്തെ സംഭവങ്ങളോടാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഇതിൻ്റെ ഒരു ബോളുണ്ട്, ഒരിങ്ങനെ ബോൾ പോലത്തെ ഒരു സാധനമുണ്ട്. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതും കുറച്ച് കഴിച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് മുരിങ്ങയിലപ്പേരിയൊക്കെ കഴിച്ചു കേട്ടോ. വേറെ ഒന്നും കഴിക്കാൻ നിന്നില്ല. അപ്പോഴത്തേക്കിനെ ബസ് വരാൻ നേരമായിരുന്നു. അപ്പം ഞാൻ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ സ്കൂളിന് ഉമ്മാർ തന്നെ ബസ് നിർത്തും കേട്ടോ. അടുത്താണ്, ഒരു 10-15 മിനിറ്റ് അത്രയേ ഉള്ളൂ. അപ്പോൾ അതാ സ്കൂളൊക്കെ എത്തിയിട്ടുണ്ട്. സ്കൂളിൽ ആരും വന്നിരുന്നില്ല കേട്ടോ. ഞാനും വേറെ 2 അമ്മമാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ്ടോ, ആരും ഉണ്ടായിട്ടില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും വന്നു കേട്ടോ. അപ്പോൾ സാറിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, കുട്ടികളുടെ വളർച്ചയെ പറ്റിയിട്ടും അവർ എന്തൊക്കെയാണ് ചെറുപ്പത്തിൽ നമ്മളവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അങ്ങനത്തെയൊക്കെ പറ്റിയിട്ട്. അത് കഴിഞ്ഞപ്പോൾ ഇതാ സമ്മാനം കൊടുക്കുകയാണ്. ആ സാർ തന്നെ കേട്ടോ സമ്മാനം കൊടുക്കണത്. മാട്ടി സമ്മാനമൊക്കെ മേടിച്ചിട്ട് വരുന്നുണ്ട്. മാട്ടിക്ക് 3rd പ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് കളറിങ്ങിൽ കുറച്ച് കുറഞ്ഞു പോയി. ഇല്ലെങ്കിൽ ടീച്ചർ ആദ്യം അവൾ നന്നായി ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ കളറിങ്ങിൽ കുറച്ച് ഒരു വേറെ കുട്ടീനെയും കാട്ടും ഇവളെയും കാട്ടും വേറെ കുട്ടി ഇത്തിരി കൂടെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് 2nd 3rd കിട്ടിയവരായിട്ട് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ നിൽക്കണം നമ്മുടെ മാൾട്ടി. അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ ഇനി എല്ലാവരും കൂടെ ചേർന്നുള്ള ഫോട്ടോ കേട്ടോ. സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയ കുട്ടികൾ അങ്ങനെ എല്ലാവരും ചേർന്നുള്ള ഫോട്ടോ ആണ്. സർട്ടിഫിക്കറ്റ്, മെഡൽ, പിന്നെ ട്രോഫിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവരുടെ അത് എഴുതിയ പരീക്ഷ പേപ്പർ നമുക്ക് തരും. അപ്പോൾ അത് ടീച്ചറോട് പേര് വിളിക്കുന്നുണ്ട്. അപ്പോൾ അത് ശ്രീകുട്ടി മാട്ടിയും കൂടെ പോയിട്ട് അത് വാങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ തന്നെ ഞാൻ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നു കേട്ടോ. എന്നിട്ട് അവർക്ക് ചായയൊക്കെ കൊടുക്കുകയാണ്. ദോശയും ചമ്മന്തി ഉണ്ടാക്കിയിരുന്നു, അതൊക്കെ കൊടുത്തു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ എല്ലാവർക്കും ബായ്.